ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇനി തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ 1ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പറവ പാറി. നോക്കാം. നമുക്ക് ടെസ്റ്റിൽ ഒരു പാട്ട് പോലെ തന്നിട്ടുണ്ട്. അത് നോക്കാം. തന 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 താന പട 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 പറവ. കുറെ വാക്കുകളായിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് അക്ഷരങ്ങൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. തായും നായും ചേരുമ്പോൾ തന, പിന്നെ പായും ഡായും ചേരുമ്പോൾ പട, പിന്നെ വരുന്നത് പറവ, താന. ഇത്രയും വാക്കുകളാണ് ഇതിൽ ഉള്ളത്. തന, താന, പട, പറവ. അടുത്ത് നോക്കാം. എന്തോന്നാണ്? കുറെ കിളികൾ പറന്നു പോകുന്നു. ഒരു മയിൽ ഇവിടെ ഉണ്ട്. പട പട പാറി, കലപില പാടി, തന തന താന, താനന താന. അപ്പോൾ ഇതില് തായും നായും തായും എന്നിവ വേർതിരിച്ച് കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പട, പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് പാറി, കലപില, പാടി, പിന്നെ തനേം താനേം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വേർഡുകൾ പഠിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വാക്കുകൾ ഏതൊക്കെയാണ്? പട, പാറി, കലപില, പാടി. അപ്പൊ താ ഏതാണ്, നായ ഏതാണ്, താ അടയാളം ചേർന്ന് വരുന്നത് ഏതൊക്കെയാണെന്ന് കുട്ടികളെ മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ ഊന്നൽ നൽകുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? പായുണ്ട്. ഏതൊക്കെ അക്ഷരങ്ങളുണ്ട് ഇതിൽ? പായുണ്ട്, ഡായുണ്ട്, റായുണ്ട്, വായുണ്ട്. ഓക്കെ. പ, ഡ, റ, വ. അടുത്തതാ കുറെ മുട്ടത്തോട് വച്ചിട്ട് കുറെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ടെസ്റ്റിൽ തന്നെ ഉള്ളതാണ്. വേറൊരു കവിത. ചിറകടിച്ച് ചിറകടിച്ച് വരികയാണ് പറവകൾ, ഇടത്തേക്ക് വരികയാണ് ചിറകടിച്ച് പറവകൾ, വലത്തേക്ക് വരികയാണ് ചിറകടിച്ച് പറവകൾ, ഉയർന്നു പാറി വരികയാണ് ചിറകടിച്ച് പറവകൾ, താഴ്ന്നു പാറി വരികയാണ് ചിറകടിച്ച് പറവകൾ, മല കടന്ന് പുഴ കടന്ന് വരികയാണ് പറവകൾ. പറകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികൾ. അപ്പൊ ചിറകടിച്ച് വരികയാണ് പക്ഷികൾ. ചിറക് വീശി വീശി അല്ലെ പക്ഷികൾ പറക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോ അത് ഇടത്തോട്ട് വരികയാണ്, വലത്തോട്ട് വരികയാണ്, ഉയർന്നു വരികയാണ്, താഴ്ന്നു വരികയാണ്. ഉയർന്നു പറന്ന് താഴ്ന്നു പറന്ന് ചിറകടിച്ച് പുഴ കടന്ന് മല കടന്നൊക്കെ പറവകൾ വരികയാണ്. അത് പറവകളെ കുറിച്ച് വേറൊരു കവിതയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പക്ഷികളുടെ ശബ്ദം അനുകരിച്ച് അവതരിപ്പിക്കാനാണ്. ഇപ്പൊ നമുക്കറിയാം കാക്കയുടെ ശബ്ദം. കാക്ക എങ്ങനെയാണ് കരയുന്നതെന്ന് അറിയാം. കാക്ക എന്ന് പറഞ്ഞിട്ട് കാക്ക കരയുന്നത് നമുക്കറിയാം. കോഴി എങ്ങനെയാണ് കരയുന്നത് എന്നുള്ളത് കാര്യം നമുക്കറിയാം. എങ്ങനെയാണ്? കോഴി കൊക്കൊരക്കോ എന്ന് പറഞ്ഞിട്ട് പൂങ്കോഴി വിളിക്കുന്നത് നമുക്ക് അറിയാം. അതുപോലെ പക്ഷികളുടെ ശബ്ദം അനുകരിക്കാനാണ്. ചുറ്റുപാടുമുള്ള പക്ഷികളെ നിരീക്ഷിച്ച് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് കണ്ടെത്താൻ. പിന്നെന്താണ്, നമുക്ക് ഏതൊക്കെ പക്ഷികളെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം, നമ്മൾ കണ്ടിട്ടുള്ള പക്ഷികൾ, നമ്മൾ സ്ഥിരം കാണുന്ന കാക്ക, പ്രാവ്, കോഴി, താറാവ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന പക്ഷികളാണ്. അല്ലാതെ തന്നെ ഏതൊക്കെ പക്ഷികൾ ഉണ്ടെന്നുള്ളതും, പിന്നെ പക്ഷികളുടെ പ്രത്യേകത എന്താണെന്നും, പക്ഷികളുടെ ശബ്ദം അനുകരിക്കാനും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇതൊക്കെ ഈ പരിസര പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വരുന്നതെല്ലാം. അപ്പൊ നമുക്ക് ഏതൊക്കെ പക്ഷികളെ അറിയാം? കുറെ പക്ഷികളുടെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈന, മയിൽ, കുയിൽ, തത്ത, മഞ്ഞക്കിളി, മണ്ണാത്തിപ്പുള്ള്, കുട്ടുറുവൻ, മരംകൊത്തി, ഉപ്പൻ, വേഴാമ്പൽ, കാക്കത്തമ്പുരാട്ടി, മൂങ്ങ, പ്രാവ്, പരുന്ത്, ചങ്ങാലിപ്രാവ്, കുളക്കോഴി, കൊക്ക്, കുരുവി, ഇരട്ടത്തലച്ചി, തേൻകിളി, വാലുകുലുക്കി, നാഗമോഹൻ, ആറ്റക്കറുപ്പൻ, ഓലേഞ്ഞാലി. ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പക്ഷികളാണ്.
ഇനി ഇതിൽ എത്ര പക്ഷികളുടെ ശബ്ദം നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റും അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ പക്ഷികളുടെ പ്രത്യേകത അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത് നോക്കൂ. കാക്കയ്ക്കുണ്ടൊരു കുപ്പായം കറുത്ത കുപ്പായം എന്ന പാട്ട് അറിയാമോ? കാക്കയ്ക്കുണ്ടൊരു കുപ്പായം കറുത്ത കുപ്പായം. കാക്ക എങ്ങനെയാണ് ഇരിക്കുന്നത്? കറുത്ത കുപ്പായം അല്ലേ? മൊത്തത്തിൽ കറുത്തല്ലേ ഇരിക്കുന്നത്? അതിടക്ക് തത്തയ്ക്കുണ്ടൊരു കുപ്പായം എന്തോന്നാണ്? പച്ചക്കുപ്പായം അല്ലേ? പൊന്മാനുണ്ടൊരു കുപ്പായം എങ്ങനത്തെ കുപ്പായമാണ്? നീലക്കുപ്പായം അല്ലേ? നീല കുപ്പായം. ഓക്കെ. അപ്പോൾ ഓരോ കിളികളും ഓരോ പക്ഷികളും എന്താണ്? പല നിറത്തിലുള്ളതാണ്. ഒരേ നിറത്തിലുള്ളതാണ് അല്ല, പല നിറത്തിൽ ഉള്ളവയാണ് ഓരോ പക്ഷികളും. അത് നമ്മൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് മൈനയ്ക്കുണ്ടൊരു കുപ്പായം എങ്ങനെയാണ്? മഞ്ഞ നിറം വെച്ച് കണ്ണൊക്കെ എഴുതിയതുപോലെയുള്ള ഒരു കിളിയാണ് മൈന എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ മഞ്ഞക്കുപ്പായം എന്ന് പറയാം. മൂങ്ങയ്ക്കുണ്ടൊരു കുപ്പായം എങ്ങനെയുള്ള കുപ്പായം? മൂങ്ങ കണ്ടിട്ടുണ്ടോ? പുള്ളിക്കുപ്പായം. ഓക്കെ. അപ്പൊ നമ്മൾ കാക്കയുടെ കാര്യം പറഞ്ഞു, കാക്കയ്ക്ക് കറുത്ത കുപ്പായം. തത്തയുടെ കാര്യം പറഞ്ഞു, പച്ചക്കുപ്പായം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പച്ച കളറല്ലേ തത്തയെ കാണാൻ. അതേ കണക്ക് മൈനയ്ക്കുണ്ടൊരു കുപ്പായം മഞ്ഞ നിറത്തിലുള്ളത്, പൊന്മാനുണ്ടൊരു കുപ്പായം നീല നിറത്തിലുള്ള കുപ്പായം, മൂങ്ങയ്ക്കുണ്ടൊരു കുപ്പായം പുള്ളിക്കുപ്പായം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അത് എഴുതാനാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കൂ. നമ്മളിതാ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചായിരുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം കുറെ അക്ഷരങ്ങൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയായിരുന്നു? ത, ന, പ, ഡ, റ. അപ്പൊ ആ സ്വരം ചേർത്ത് എങ്ങനെ എഴുതാം? ത എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ ആ ചേർത്ത് എങ്ങനെ എഴുതും? താ അല്ലേ? താ എഴുതിയിട്ട് ആ സ്വരം അടയാളം എങ്ങനെയാണ് എഴുതുന്നത്? ഇതാണല്ലോ ആ സ്വരം. നായ്ക്ക് അടയാളം ചേർക്കുമ്പോൾ എങ്ങനെ എഴുതാം? നാ. പായ്ക്ക് അടയാളം ചേർക്കുമ്പോൾ എങ്ങനെ എഴുതാം? പാ. ഡായ്ക്ക് അടയാളം ചേർക്കുമ്പോൾ എങ്ങനെ എഴുതാം? ആ അടയാളം ചേർക്കുമ്പോൾ ഡാ. റായ്ക്ക് അടയാളം ചേർക്കുമ്പോൾ റാ. അപ്പോ ഈ അക്ഷരങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സ്വരത്തിന്റെ ചിഹ്നം ആ എന്ന സ്വരത്തിന്റെ ചിഹ്നവും നമ്മൾ മനസ്സിലാക്കുക. പാടി എന്ന് എഴുതുമ്പോൾ ഈ സ്വരത്തിന്റെ ചിഹ്നം എഴുതുന്ന രീതി അക്ഷരത്തിന് വലത്. ഇപ്പൊ പാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഡി ഈ അടയാളം എങ്ങനെയാണ് എഴുതുന്നത്? ഇതാണ് ഈ അടയാളം എന്ന് പറയുന്നത്. അതിൽ അപ്പൊ ഏതൊക്കെ വരാം ഈ അടയാളത്തിൽ വരുന്നത്? പാടി, പാറി. ഇത് നമ്മൾ അതിൽ പഠിച്ചതായിരുന്നു അല്ലെ? പാടി, പാറി എന്ന് പറയുന്നത് ഏതടയാളത്തിൽ വരുന്നതാണ്? ഈ അടയാളത്തിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ 2 അടയാളങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ആ അടയാളം. ഏതൊക്കെ? ആ അടയാളം, ഈ അടയാളം. അപ്പോൾ ഈ 2 അടയാളങ്ങളും ആ അടയാളത്തിൽ വരുന്നത് തായിലാണെങ്കിൽ താ, നാ, പാ, ഡാ, റാ. ഈ അടയാളത്തിൽ വരുന്നതാണെങ്കിൽ പാടി, പാറി. ഓക്കെ. ഇതിൽ ആ അടയാളം വരുന്നുണ്ട്, ഈ അടയാളവും വരുന്നുണ്ട് 2 അടുത്ത് നോക്ക്. ഒരു കഥയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കഥകൾ പറയാം. അതുപോലെ ഏതെങ്കിലും കഥകൾ പറഞ്ഞിട്ട് അതിലെന്തൊക്കെയാണെന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനും അറിഞ്ഞിരിക്കണം. നോക്കൂ, മഞ്ഞക്കിളിയുടെ കഥ നോക്കൂ. ദൂരെ നിന്ന് പറന്നു പറന്ന് ക്ഷീണിച്ചു വരികയാണ് മഞ്ഞക്കിളികൾ. ചിറകടിച്ച് തളർന്നുപോയി ദുഃഖഭാവത്തിൽ ചൊല്ലുന്നു. ചിറകടിച്ചു തളർന്നുപോയി പറവകൾ. ഉയർന്നു പാറി ചിറകടിച്ചു തളർന്നുപോയി പറവകൾ. താഴ്ന്നു പാറി ചിറകടിച്ചു തളർന്നുപോയി പറവകൾ. മല കടന്ന് പുഴ കടന്ന് വരികയാണ് പറവകൾ. അവർ നല്ല പോലെ വിശന്നിരിക്കുന്നു. എന്തെങ്കിലും കഴിക്കണം. താഴേക്ക് നോക്കി. അതാ ഒരു മരം. മരത്തിൽ നിറയെ പഴങ്ങൾ, തുടുത്തു ചുവന്ന പഴങ്ങൾ. അപ്പോൾ മഞ്ഞക്കിളികൾ പരസ്പരം നോക്കി. എന്തോ പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും? മഞ്ഞക്കിളികളുടെ സംഭാഷണം അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം. ഇത് നിങ്ങൾക്ക് ഒരു സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കാം.
അവർ എന്തായിരിക്കും പറഞ്ഞിരിക്കുക? ഹായ്, അത് കണ്ടോ, ആ മരത്തിൽ നിറയെ പഴങ്ങൾ, പക്ഷികളുമുണ്ടല്ലോ, നമ്മൾക്ക് പോയി തിന്നാം. മഞ്ഞക്കിളികളെ കണ്ട് മരങ്ങൾ അവരെ വിളിച്ചു. വാ വാ, ഇതാ പഴം, നല്ല ഒന്നാം തരം പഴം, ക്ഷീണമെല്ലാം പോകും. മഞ്ഞക്കിളികൾ മരത്തിലേക്ക് പറന്നു ചെന്നു. പഴം കൊത്തി തിന്നാൻ തുടങ്ങുമ്പോൾ ഒരു ശബ്ദം, തൊട്ടുപോകരുത്. ആരായിരിക്കും പറഞ്ഞത്? ചില നാട്ടുകിളികൾക്ക് മഞ്ഞക്കിളികളുടെ വരവ് ഇഷ്ടമായില്ല. അവർ കൂട്ടം കൂടി വന്നു. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, പോ പോ, ഈ മരത്തിൽ നിന്ന് പോ, നല്ല കൊത്തു തരും. മഞ്ഞക്കിളികൾക്ക് വിഷമമായി. അവർ കെഞ്ചി. ഇതൊരു സംഭാഷണ രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. മഞ്ഞക്കിളിയായിട്ട് ഒരാള്, വേറെ നാട്ടുകിളികളായിട്ട് ഒരാള്, മരമായിട്ട് ഒരാള്, അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് സംഭാഷണ രീതിയിൽ ഇത് അവതരിപ്പിക്കാം. അപ്പോൾ അവരെ കിളികളെ ആര് ഓട്ടിച്ചു? നാട്ടുകിളികൾ ഓട്ടിച്ചു. അയ്യോ, അങ്ങനെ പറയല്ലേ, ഒത്തിരി ദൂരം പറന്നതാ, നല്ല വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ട്. ഈ മരക്കൊമ്പിൽ ഇത്തിരി വിശ്രമിച്ചോട്ടെ, ഇത്തിരി പഴം തിന്ന് വിശപ്പ് തീർത്തോട്ടെ. പറ്റില്ല പറ്റില്ല, പറന്നുപോ ദൂരെ, ഇത് ഞങ്ങളുടെ മരം, ഈ നാട്ടുകാരായ പക്ഷികൾക്ക് മാത്രമുള്ളത്. പാവം മഞ്ഞക്കിളികൾ പരസ്പരം ദയനീയമായി നോക്കി. അപ്പോൾ അതുവഴി വേറെ കുറെ പക്ഷികൾ പറന്നു വന്നു. അവർ കാര്യം തിരക്കി. വിശന്നു ക്ഷീണിച്ച് മഞ്ഞക്കിളികളുടെ അവസ്ഥ കണ്ട് അവർ പറഞ്ഞു, അരുത്, കൊത്തിയോടിക്കരുത്. അവരും നമ്മെ പോലെ പക്ഷികളാണ്. വിശന്നു വരുന്നവരെ ഓടിക്കരുത്. നാമെല്ലാം പക്ഷികളാണ്, തമ്മിൽ സ്നേഹിക്കേണ്ടവർ. ഇതുകേട്ട ആ നാട്ടുപക്ഷികളുടെ മനസ്സ് മാറി. അവർ പറഞ്ഞു, നിങ്ങളെല്ലാം വാ, നമുക്ക് ഈ മരത്തിലെ പഴങ്ങൾ തിന്നാം. നമ്മൾക്ക് ഈ മരത്തിലെ പഴങ്ങൾ തിന്നാം. എല്ലാവരും സന്തോഷത്തോടെ കലപില പാടി പഴങ്ങൾ തിന്നു. ഓക്കെ, കഥ മനസ്സിലായ? ഈ കഥയിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അവസാനം വന്ന ഒരു നാട്ടുകിളി ഉണ്ടല്ലോ, ആ കിളിയല്ലേ ഇഷ്ടപ്പെട്ടത്? അതല്ലേ എല്ലാവരോടത്തും വന്ന് പഴങ്ങൾ കഴിക്കാൻ പറഞ്ഞത്? പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഏത് ഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് എഴുതണം. നിങ്ങളായിരുന്നു നാട്ടുകിളി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളാണ് നാട്ടുകിളി എങ്കിൽ വേറെ വരുന്ന കിളികളെ ഓട്ടിക്കുമായിരുന്നോ? ഇല്ല, ഇല്ലേ? നമ്മള് വിശന്ന് തളർന്നു വരുന്നവരെ നമ്മൾ ആട്ടിപ്പായിക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത് നോക്കൂ. നമ്മൾ ചുറ്റുപാടുമുള്ള പക്ഷികളെ നിരീക്ഷിച്ച് പ്രത്യേകതകൾ എന്തെന്ന് കണ്ടെത്തുക. പക്ഷികൾക്ക് പൊതുവായുള്ള സവിശേഷതകൾ എന്തെല്ലാം? നമുക്കറിയാം പക്ഷികൾക്ക് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്. പക്ഷികൾ പറക്കുമെന്നറിയാം, പക്ഷികൾക്ക് തൂവലുണ്ടെന്നറിയാം, പക്ഷികൾ എന്ന് പറയുന്നത് മുട്ടയിടുന്ന ജീവികളാണ് എന്ന് പറയാം. അവയ്ക്ക് ഭാരം കുറവാണ്, അതുകൊണ്ടാണ് അവയ്ക്ക് പറക്കാൻ കഴിയുന്നത്. പിന്നെ അവയ്ക്ക് കൊക്കുകളുണ്ട്, പിന്നെ മികച്ച കാഴ്ചശക്തി. ഇതൊക്കെ പക്ഷികളുടെ പ്രത്യേകതയാണ്. എന്തൊക്കെയാണ്? അവയ്ക്ക് തൂവലുണ്ട്, ചിറകുകളുണ്ട്, ഭൂരിഭാഗം പക്ഷികൾക്കും പറക്കാൻ കഴിയും, മുട്ടയിടുന്ന ജീവികളാണ് പക്ഷികൾ, അതിന്റെ ശരീരഭാരം കുറവാണ്, അതിന് കൊക്കുകളുണ്ട്, അവയ്ക്ക് മികച്ച കാഴ്ചശക്തി ഉണ്ട്. ഓക്കെ, പക്ഷികളുടെ ആഹാരത്തെക്കുറിച്ച്. അവ എന്തൊക്കെയായിരിക്കും ഭക്ഷിക്കുക? പക്ഷികൾ പഴങ്ങൾ, ധാന്യങ്ങൾ, ചെറുജീവികൾ എന്നിവയെ ആഹാരമാക്കുന്നുണ്ട്. എന്തൊക്കെ? പക്ഷികൾ പഴങ്ങൾ, ധാന്യമണികൾ, ചെറുജീവികൾ എന്നിവയെ ആഹാരമാക്കുന്നുണ്ട്. അടുത്ത വേറൊരു പാട്ടാണ്. ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ, വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു. തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി. നാട്ടുകിളികളിൽ ചിലരിതു കണ്ടു കലപില കൂട്ടാനെത്തി. പരദേശികളാം പറവകളിവിടെ ചേക്കേറരുതെന്നായി. തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കെ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി. ദേശമതേതായാലും നമ്മൾ പറവകളെന്നതു നേര്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കഥയുടെ ഒരു കവിതാരൂപമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ അത് നേരത്തെ ആ കഥയിൽ
ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതിലെ കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചത് തിന, തിന, ത, തിന, ത, 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 ത അടയാളം ചേർത്ത് വരുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് പക്ഷികളുടെ മുട്ടകളുടെ പ്രത്യേകത. എല്ലാ പക്ഷികളുടെ മുട്ടകൾ ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്, കളറിലൊക്കെ വ്യത്യാസം ഉണ്ട്. മുട്ടകൾ പല വലിപ്പം, മുട്ടകൾ പല നിറങ്ങളാണ്, പുള്ളിയുള്ള മുട്ടകളുണ്ട്. എല്ലാ മുട്ടകൾക്കും ഉരുണ്ട ആകൃതിയാണ്. മുട്ടകൾക്ക് മിനുസമുണ്ട്. അത് പെട്ടെന്ന് തറ വീഴുന്ന പെട്ടെന്ന് പൊട്ടിപ്പോകും, അല്ലേ? അതാണ് മുട്ടകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പല വലിപ്പത്തിലും പല നിറത്തിലും പല പല വലിപ്പത്തിലും ഒക്കെ മുട്ടകൾ ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കൂ. ഈ മുട്ടകൾ വെച്ചിട്ട് പല ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. മുട്ടകളിൽ പെയിന്റ് അടിച്ച് എന്തെല്ലാം ചെയ്തിരിക്കുന്നത് നോക്കൂ. നിങ്ങളും ചെയ്ത് നോക്കുക. ഇതുപോലെ മുട്ട എടുത്തിട്ട് പെയിന്റ് ചെയ്ത് പല രൂപങ്ങളും നമുക്ക് അതിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അടുത്ത് നോക്കൂ. ഇതിൽ നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് ക്ലിയർ ആക്കണം. അക്ഷരങ്ങളും വാക്കുകളും നമ്മൾ എന്താണ് പ എന്നുള്ള അക്ഷരം പറയാനും എഴുതാനും പഠിക്കണം. പ വരുന്ന വാക്കുകൾ ഏതൊക്കെയായിരുന്നു നമ്മൾ ഇതിൽ പഠിച്ചത്? പട, പറവകൾ, പാറി, പാടി, കലപില. പിന്നെ ഡായിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? പട, പാടി. റായിൽ വരുന്നത് പറവകൾ, പാറി, നിറം. വായില് പറവകൾ, തൂവലുകൾ. പിന്നെ ഏതാണ്? കായില് പറവകൾ, കലപില. ഇൽ വരുന്ന അക്ഷരം അത് നമ്മൾ പറഞ്ഞായിരുന്നു, പറവകൾ, തൂവലുകൾ. തായില് പറഞ്ഞ തന, താന, തൂവലുകൾ, തനുദിന. ഇതൊക്കെ തായില് പറഞ്ഞ. ലായില് പറഞ്ഞത് കലപില, തൂവലുകൾ, തൂവലുത. അടുത്ത നായില് വരുന്നത് തന, താന, നിറ. ആദ്യം ഇത്രയും അക്ഷരങ്ങൾ എഴുതാൻ നല്ലോണം പഠിക്കണം. അതേ വായിക്കാനും പഠിക്കണം. പ, ഡ, റ, വ, ക, ഇൾ, ത, ല, ന. ഇനി ഇതിൽ നമ്മൾ ഏതൊക്കെ അടയാളങ്ങൾ പഠിച്ചായിരുന്നു? ആ അടയാളം വരുന്നത് പഠിച്ചായിരുന്നു. ഈ അടയാളം, അടുത്ത് ഊ അടയാളം, ഊ അടയാളം. ഇത്ര അടയാളങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇപ്പൊ ആ അടയാളത്തില് പാടി, പാറി, താന. ഈ അടയാളത്തില് പാടി, പാറി, കലപില, തനുദിന. അടുത്ത ഊ അടയാളത്തില് തനുദിന. അടുത്ത ഊ അടയാളത്തില് തൂവലുകൾ. അത്രയും വാക്കുകൾ നമ്മൾ ഇതില് പഠിച്ചായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ചുകൂടെ ഇതായിട്ട് എഴുതിയിട്ടുള്ളത്. ആ അടയാളം ഈ അടയാളം ചേർന്ന് വരുന്നത്. ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഈ അക്ഷരങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതാൻ പഠിക്കണം. അത് കണക്ക് ഈ അക്ഷരങ്ങൾ വരുന്ന കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചായിരുന്നു. ഇതിൽ ആ അടയാളം ഈ അടയാളം വരുന്ന വാക്കുകളായിരുന്നു കൂടുതലായിട്ട് പഠിച്ചത്. പാടി, പാറി, താന, കലപില. ഓക്കെ, ക്ലിയർ ആയ? ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടങ്കഥ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചോദിക്കും. ഒരു കടങ്കഥ. മുട്ടയിടും ഞാൻ ചിറകുണ്ട് എനിക്ക്, നീന്തും ഞാൻ മീനല്ല, ഞാൻ ആരാണ്? താറാവ്. രാവിലെ പാടും മനുഷ്യരെ എഴുന്നേൽപ്പിക്കും, ആരാണ്? കോഴി. വെള്ളത്തിൽ നീന്തും കരയിൽ നടക്കും പറക്കാൻ കഴിയും, ആരാണ്? താറാവ്. സംസാരിക്കാൻ മനുഷ്യ ശബ്ദം അനുകരിക്കും, ഞാൻ ആരാണ്? തത്ത. ഏറ്റവും വലുതായ പക്ഷി പക്ഷെ പറക്കാൻ കഴിയില്ല, ആരാണ്? ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി. രാത്രി മാത്രം സജീവം പകലിൽ ഉറങ്ങും വലിയ കണ്ണുകൾ ഉള്ള പക്ഷി, ആരാണ്? മൂങ്ങ. കറുത്ത നിറം കാക്ക എന്ന് വിളിക്കും, ആരാണ്? കാക്ക. നിറങ്ങളാൽ സുന്ദരം മഴക്കാലത്ത് നൃത്തം ചെയ്യും, ആര്? മയിൽ. വളരെ ചെറുത് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കും, ആരാണ്? ഹമ്മിങ് ബേർഡ്. വെള്ള നിറം സമാധാനത്തിന്റെ പ്രതീക, ആരാണ്? പ്രാവ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കടങ്കഥകൾ എഴുതുക. അതൊക്കെ കടങ്കഥകളൊക്കെ എക്സാമിന് പരീക്ഷയ്ക്ക് വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കിളിയുടെ പടം വരയ്ക്കുക, കളർ ചെയ്യുക, അതിനെ മനോഹരമാക്കി ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.